ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ട് ബിഗ് ബോസ് ടൈം റിവീൽ ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസ് സീസൺസിലെ 7th സീസൺ, അതായത് 7ന്റെ പണി സീസണില് സമയം റിവീൽ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രൈഡേ ആണ്. അപ്പോൾ ജയിൽ നോമിനേഷൻ ഉണ്ടാവും അറിയാലോ. അങ്ങനെ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് ജയിൽ നോമിനേഷൻ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് ഈ സമയം റിവീൽ ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ജയിൽ നോമിനേഷനിൽ ജയിലിലേക്ക് പോയിരിക്കുന്നത് നമ്മുടെ ജിസേലും അതുപോലെ തന്നെ ഒണിയൽ സാബുവുമാണ്. അപ്പോ ഇവർക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസ് ഇതുവരെ വന്ന എല്ലാ സീസൺ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിലെ ഈ ഒരു ടാസ്ക് ആയിരിക്കും ഏറ്റവും കഠിനമായ ജയിൽ ടാസ്ക്. ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും കഠിനമായ ജയിൽ ടാസ്ക് ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പൊ സമയം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 9 മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ഇരുമ്പ് വടി തന്നിട്ടുണ്ട്. ആ വടി വെച്ചിട്ട് ഈ ജയിലിന്റെ കമ്പികളിൽ തട്ടണം. ഒരു ക്ലോക്കിന്റെ കോൺസെപ്റ്റ് ആണ് ഇവിടെ സംഭവം. അതായത് ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി വെച്ചിട്ടുള്ളത് ആ 60 സെക്കൻഡ് മിനിറ്റ് ഒക്കെ ഇവര് ഓരോ കറക്റ്റ് ആയിട്ട് തട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ 1 മിനിറ്റ് ആവുമ്പോഴേക്കും കൂടെയുള്ള ആരാണോ തട്ടുന്നത് അതിന്റെ കൂടെയുള്ള ആള്, ഒരാൾക്ക് തട്ടാം, മറ്റേ കൂടെ ഇരിക്കുന്ന ആള് ആ ടൈം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. 1 മിനിറ്റ് ആണ് ഇവരുടെ സമയം. 1 മിനിറ്റ് ആവുമ്പോൾ 1 മിനിറ്റ് എന്ന് ക്ലാപ്പ് ചെയ്യണം. 1 മിനിറ്റ് ആവുമ്പോഴേക്കും ക്ലാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ആകുമ്പോഴേക്കും 1 മണിക്കൂർ ആയി എന്ന് വിളിച്ചു പറയണം. അതായത് ഇപ്പൊ 9 മണിക്കാണെങ്കിൽ പിന്നെ അടുത്ത 10 മണിയാകുമ്പോൾ ഒരു 10 മണിയായി സമയം എന്ന് പറയണം. അപ്പോ ഇവിടത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഈ ടാസ്ക് ചെയ്യുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഈ സംഭവം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൈവേദന എടുക്കും. അപ്പൊ ആൾക്ക് മാറണമെങ്കിൽ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ വേണം ഇത് മാറാൻ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒരു സെക്കൻഡെങ്കിലും ലേറ്റ് ആയാൽ തന്നെ ഈ ടൈം തെറ്റും. അപ്പോൾ ഏറ്റവും വലിയ കഠിനമായ ടാസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ മോഹൻലാൽ സാർ വരുന്ന എപ്പിസോഡ് വരെ ഇവർ ജയിലിൻ്റെ ഉള്ളിലായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത്യാവശ്യം റിസ്ക് ഉള്ളൊരു ടാസ്ക് തന്നെയാണ്. ഇവരെങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യോ ഇല്ലയെന്ന് കണ്ടറിയണം. എന്തായാലും ഒണിയലിനും ജിസേലിനും ആണ് ഈ പണി കിട്ടിയിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള ജയിൽ നോമിനേഷൻസ് ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജിസേൽ എക്സ്പെഷ്യലി ഭയങ്കര ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് റൂൾസ് ബ്രേക്ക് ചെയ്തത് ലാലേട്ടൻ പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞു, കണ്ടസ്റ്റൻസ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ട് എല്ലാവരെയും ഒരുമാതിരി ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ റൂൾസ് വയലേറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയാണ് ജിസേൽ. സോ ജിസേലിന് തന്നെ ഇങ്ങനത്തെ ഒരു ടാസ്ക് കിട്ടിയത് എന്താ പറയാ 100% ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ പണി ഇവർ കംപ്ലീറ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.